സർക്കാരിന്റെ മൂന്നാം ദൗത്യം ജൂണിൽ ആരംഭിക്കുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പ്രഖ്യാപിച്ചത്. എന്തായാലും രാജ്യം ഇതിനോടകം തന്നെ വലിയ സ്വപ്നങ്ങൾ സ്വന്തമാക്കി കഴിഞ്ഞു. ലോകത്തെ 5ാമത്തെ സാമ്പത്തിക ശക്തിയിൽ നിന്ന് 3ാമത്തെ സാമ്പത്തിക ശക്തിയായി രാജ്യം മാറുകയാണെന്നും പ്രധാനമന്ത്രി ആവർത്തിക്കുകയുണ്ടായി. 41,000 കോടി രൂപയുടെ റെയിൽവേ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് സംസാരിക്കവെയായിരുന്നു പ്രധാനമന്ത്രി ഇപ്രകാരം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. का ये कार्यक्रम नए भारत की नई कार्य संस्कृति का प्रतीक है। आज भारत जो करता है अभूतपूर्व स्पीड से करता है। आज भारत जो करता है अभूतपूर्व स्केल से करता है। आज के भारत ने छोटे छोटे सपने देखना छोड़ दिया है। हम बड़े सपने देखते हैं और उन्हें पूरा करने के लिए दिन रात एक कर देते हैं। अभी तो इस सरकार के तीसरे टर्म की शुरुआत जून महीने से होने वाली है। अभी से जिस स्केल पर काम होना शुरू हो गया है, जिस स्पीड पर काम होना शुरू हो गया है, वो सबको हैरत में डालने वाला है. നന്ദഗോപൻ തന്നെയാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി വീണ്ടും ചേരുന്നത്. നന്ദൻ, 2 വിഷയങ്ങളാണ്. ഒന്ന്, ഭാരത റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം വലിയ വികസന പദ്ധതികളാണ് ഇന്ന് തുടക്കമായിരിക്കുന്നത്. 41,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ രാജ്യത്തെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളിലായി ഇതിൻ്റെ ഗുണം ലഭിക്കും. അതിൽ കേരളത്തിൽ 10 റെയിൽവേ സ്റ്റേഷനുകൾ കൂടി ഉൾപ്പെടുന്നു. മറ്റൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി പടിവാതിൽക്കൽ നിൽക്കെ വലിയ ആത്മവിശ്വാസത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതേ സർക്കാരിന്റെ 3ാം ദൗത്യം ജൂണിൽ ആരംഭിക്കുമെന്നാണ് മോദി ഇന്ന് ആവർത്തിച്ചിരിക്കുന്നത്. അനു, 41,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ, അതിൽ 19,000 കോടി രൂപ ചെലവഴിച്ച് 553 റെയിൽവേ സ്റ്റേഷനുകൾ അത് അമൃത് ഭാരത് പദ്ധതിയുടെ കീഴിൽ നവീകരിക്കുന്നു. ഇത് കേരളത്തിൽ നിന്നുമുള്ള റെയിൽവേ സ്റ്റേഷനുകളും 10ലധികം റെയിൽവേ സ്റ്റേഷനുകളും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൂടാതെ 21,520 കോടി രൂപ ചെലവിൽ 1,500 റോഡ് പാലങ്ങൾ, അതേപോലെ തന്നെ അടിപ്പാതകളൊക്കെ തന്നെ നിർമ്മിക്കുവാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളുടെ ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിച്ചത്. പ്രധാനമന്ത്രി തന്നെ സൂചിപ്പിച്ചു, ഇത് റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം ചരിത്ര ദിനമാണെന്നാണ് അദ്ദേഹം ട്വീറ്റ് ചെയ്തിരുന്നത്. അതായത് ഇത്ര വലിയൊരു വികസന പദ്ധതികളുടെ അല്ലെങ്കിൽ മൊത്തത്തിൽ ഇത്ര വലിയൊരു പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തത് ചരിത്രത്തിൽ ആദ്യമാണ്. അത് വലിയ വികസന തേരോട്ടമാണ് റെയിൽവേക്ക് ഉണ്ടാകാൻ പോകുന്നതെന്നാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. റെയിൽവേയുടെ ഓരോ പരിവർത്തനങ്ങളും, അതായത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് റെയിൽ മേഖലയിലുണ്ടായ പരിവർത്തനങ്ങൾ ഓരോന്നും തന്നെ പ്രധാനമന്ത്രി അക്കമിട്ടു. മാത്രമല്ല, വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിനുകൾ, അതേപോലെ തന്നെ റെയിൽവേ മേഖലയിലെ ആധുനികവൽക്കരണം, ഇതെല്ലാം തന്നെ പ്രധാനമന്ത്രി ഇന്ന് അദ്ദേഹം ഈ സദസ്സിനെ അഭിസംബോധന ചെയ്തപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചു. ഒപ്പം തന്നെ യുവാക്കളുടെ പ്രവൃത്തിയാണ് ഇത്ര വലിയ വികസന തേരോട്ടത്തിന് ആധാരമായതെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. പ്രധാനമന്ത്രിയുടെ ഇച്ഛാശക്തിയും അതേപോലെ തന്നെ യുവത്വത്തിൻ്റെ പ്രവർത്തന ശൈലിയും കൂടിച്ചേരുമ്പോൾ വലിയ വികസന സ്വപ്നങ്ങളിലേക്ക് ഭാരതം മുന്നോട്ട് നീങ്ങുകയാണ്. മാത്രമല്ല, പണ്ട് ഭാരതം വളരെ ചെറുതായ സ്വപ്നം കണ്ടിരുന്നെങ്കിൽ ഇന്ന് അതിനപ്പുറം വലിയ സ്വപ്നങ്ങളാണ് ഭാരതം കാണുന്നത്. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി ഭാരതത്തിൻ്റെ സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് രാവും പകലും ഭേദമെന്നെ അധ്വാനിക്കുന്നു. ആ നേട്ടങ്ങൾ ഭാരതത്തിനെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വലിയ സ്ഥാനത്തേക്ക് എത്തിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ 3ാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ വരവിനെക്കുറിച്ചും സൂചിപ്പിച്ചു. ഈ സർക്കാർ, 3ാം നരേന്ദ്രമോദി സർക്കാർ ജൂണിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് മുന്നോട്ട് പോകും. വലിയ വികസന തേരോട്ടമാകും ആ സമയത്തുണ്ടാകുക. പ്രത്യേകിച്ച് നിലവിൽ സാമ്പത്തിക ശേഷി, ഭാരതത്തിൻ്റെ സാമ്പത്തിക ഘടനയടക്കം ഭാരതത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി നിലവിലിപ്പോൾ 5ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അത് 3ാം സ്ഥാനത്തേക്ക് എത്തുമെന്നുള്ള കാര്യം പ്രധാനമന്ത്രി വീണ്ടും അദ്ദേഹം പലകുറി പറഞ്ഞതാണ്. ഇപ്പോൾ വീണ്ടും അദ്ദേഹം ഇന്ന് നടന്ന ചടങ്ങിൽ അദ്ദേഹം അത് അടിവരയിട്ടു. മാത്രമല്ല, ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഭാരതം കൈവരിച്ച നേട്ടങ്ങൾ, ഭാരതം ഇനി കൈവരിക്കാൻ പോകുന്ന നേട്ടങ്ങളെല്ലാം തന്നെ അദ്ദേഹം അടിവരയിട്ട് സൂചിപ്പിച്ചു. പ്രത്യേകിച്ച് യുവശക്തി, അതാണ് ഭാരതത്തിൻ്റെ ഇന്നത്തെ കരുത്ത്. അതേപോലെ തന്നെ വികസിത ഭാരതത്തിൻ്റെ നട്ടെല്ല് യുവത്വമാണ് എന്നുള്ള കാര്യം അദ്ദേഹം സൂചിപ്പിച്ചു. ഇങ്ങനെ സമസ്ത മേഖലകളെയും തൊട്ട് അദ്ദേഹം സദസ്സിനെ അഭിസംബോധന ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 41,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കാണ് ഇന്ന് അദ്ദേഹം തറക്കല്ലിട്ടത്. അനു. ശരി നന്ദൻ.